guys, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on another scene from the movie Premalu. And guys, जो previous video था, it was a wedding scene and वहाँ आपको नजर आएंगे आदि, सचिन and रेनू. So let's see आगे कहानी में क्या कुछ होता है. Before that, if you're here for the first time, don't forget to like and subscribe my channel, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വിഷമം ഉണ്ടാവില്ല നിന്റെ മുഖത്ത്. ഇല്ലടാ, റീനുവിനെ കണ്ടൊന്നും യാത്ര പോലും പറയാൻ പറ്റില്ല. എടാ അവിടെ മാരത്തോൺ കൈ നോട്ടണം നടന്നുകൊണ്ടിരിക്കണത്. റീനുവിന്റെ കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതെന്ത് പഴോ? ഇതെവിടെ നിന്ന് അടിച്ചു ബുക്ക് ചെയ്താ പഴം കാക്കാൻ? നീ എന്ത് കൊരങ്ങനാ? പോണ വഴിക്ക് കഴിക്കാം, ബാക്കിലോട്ട് വെക്കി. എടാ പോവാണോ? ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. അതിനിപ്പോ എന്താ, വായോ ഒരുമിച്ച് പോവാലല്ലടാ. റീനു എന്തേ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഒരു 10 മിനിറ്റ് ഞാൻ റീനോട് വൈകരുത്, പോയിട്ട് വേറെ പരിപാടികളാണ്. വൃത്തിയിട്ടോനെ നീ എന്ത് തെണ്ടിത്തരോ കാണിച്ച്? ജാടറിനാടാ തെണ്ടി. ഇല്ലടാ, ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. പിന്നെ 10 മിനിറ്റ് അല്ല, അരമണിക്കൂറായാലും നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. അരമണിക്കൂർ അപ്പൊ ബാക്കിയാ? നോ വേ, നോ വേ, നോ വേ. ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ എന്റെ പൊന്നറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല, ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? എനിക്കാണെങ്കിൽ വിശാഖപട്ടണത്ത് വളവടിയിലും ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് വരാം. എന്റെ പൊന്നാദ്യം ഇത്ര സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കാണ് ചെന്നിട്ട് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രീനിയുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയാൽ മതി. റീനു, ഡോണ്ട് ബി അപ്സെറ്റ് യാർ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് കോഴ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് लोगों के साथ जाकर बात करेगा आई थिंक. ഓക്കേ, കം ഓൺ. പയ്യടെ കേട്ടാ ഇവനാള് ശരിയല്ലട്ടാ. നമ്മളാരും ശരിയല്ല. സെൻഡ് യുവർ ലൈവ് ലൊക്കേഷൻസ്. ഐ വിൽ ബി ട്രാക്കിംഗ് യു. ഓക്കെ. പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ശരി. ഗുഡ്. ഓക്കെ. ഒരു ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. ആദ്യം ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോട്ടെ. ഹേയ്, മൂവ്. ആദ്യ ബൈ ബൈ ബൈ. കുറച്ചേരം കൂടി നിന്ന് നിർത്തി അവനും കേറിയിരുന്നേനെ. सही में മണ്ണഞ്ചാരി നിന്ന പെണ്ണും കൊണ്ടുപോയല്ലേ? വാട്ട്? അല്ല, വണ്ടി മണ്ണും പൊടിയൊക്കെ പറത്തിയാണ് പോണേന്ന് പറഞ്ഞത്. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളത് പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള. ആ ഡെയിലത് ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ പോണോ? ആ, എടാ എന്നാ സ്പീഡിലെങ്കിലും പോവും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അമൽ ഡേവിസേ, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം? ഇവൻ ആളിത്തിരി പെശക, കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. अब ये चलाइए, डोंट नो क्या होगा. സോറി സോറി സോറി. റീനു, ബ്രേക്കേ കുറച്ച് കുറവാട്ടോ. അത് ചവിട്ടുമ്പോ ശ്രദ്ധിച്ചാ മതി. പാനിക്കാവൊന്നും വേണ്ട. പേടിക്കണ്ട അമൽ ഡേവിസേ. പേടിയില്ല, രസമല്ലേ? സ്പീഡ് ത്രില്സ് അല്ലേടാ? എടാ ഞങ്ങൾ കൊടുക്കാം. കുഴപ്പമില്ല. നിനക്കെന്നെ റൊമാൻറ്റിക് അറിയില്ല. നീ കാണിക്കണത് ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത് വേറെ ആൾക്കാർ.
अरे यार अभी तो गीत तो सॉरी नहीं रात എടാ നമ്മൾ ഈ സ്ഥലത്ത് മുമ്പ് വന്നിട്ടുണ്ടോ? ബൈ. എന്തോന്നാടി അമ്മ ചിരിച്ചു മനുഷ്യനെ വയറ് വരെ എടുക്കുന്നു. എന്തൊക്കെ വരുന്നത് കൊറേയൊക്കെ ഞാൻ പറഞ്ഞു. അമൽ ഡേവിസ് ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെന്ന് വെച്ചാ എന്ന് വെച്ചാ അവൻ കൊള്ളാന്ന്. എടി പെണ്ണ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നോട്ടോ. നീ ഒന്ന് പോയേ. ചായ കുടിച്ചോടാ. മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെ പോയി. ഏത് ആ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണോ? ഇതാരോടും പോയി പറയലട്ടാ, ആൾക്കാർ ചിരിക്കും. അതെന്തിനി? എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ അത്? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി അവനെ വിട്. അവളെന്താ കാണിച്ചത്? അവളെന്ത് കാണിച്ചു? ഏത് കുല കാമ്പോജി കണ്ടു കഴിഞ്ഞാ അറിയാ അവര് വെറും ഫ്രണ്ട്സ് അല്ലാന്ന്. എടാ അത് അവള് ക്യാരക്ടർ ആയതാണ്. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. നീ മറ്റന്നാ ചെന്നൈക്കോ അല്ലേ ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഞാൻ ചെന്നൈക്കും പോണുള്ള ഒരു മറ്റിടത്തേക്കും പോണുള്ള. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ ഡാ മോനെ അടങ്ങ്. क्या होगा നീ ഇന്നലെ അവള് പറഞ്ഞത് ശ്രദ്ധിച്ചാ? ഇവിടെ നിക്കാൻ റീസണിലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തർത്ഥം? ഇവിടെ നിക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മോനെ നീ പെമ്പിള്ളേര് പറയണ കോഡ് ഭാഷ ഡീകോഡും ചെയ്തിട്ട് അതിനൊക്കെ ഒരു അർത്ഥം കണ്ടുപിടിക്കല്ലേട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട വണ്ടി എടുക്ക്. എങ്ങോട്ട് കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക് തൈര്. ആ റിവേഴ്സ് ഞാൻ എടുക്കും. ശമ്പളത്തിന് 10,000 റെന്റ് പോയി കഴിഞ്ഞാൽ പാലിന്റെ ബില്ല്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടോ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവന്റെ അമ്മ മേരി ആന്റി. ആ പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കന്റെ ഷോപ്പില്ലേ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? പോയടാ, അമ്മ ആന്റിയെ കൊടുക്ക തുടക്കാണ്. ഇനി നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു വാളെടുക്കാൻ. എടാ നാട്ടിൽ കിടക്കുന്നത് നിന്റെ അമ്മ ഇത് എങ്ങനെ അറിയാനാണ്? നീ ആ കേസ് വിട്. പിന്നെ ശരി, നിനക്ക് ജോലി കിട്ടി എന്നിട്ട്? നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് അങ്ങോട്ട് മാറാം. ഞാൻ ഫിക്സ് ചെയ്തു. ഇതിനൊക്കെ ആര് റെന്റ് കൊടുക്കും? നീ ഇപ്പൊ കൊടുക്കുന്ന എന്നെ കൊടുത്താൽ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. എന്റെ അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല വൃത്തിയുള്ള ഒരു റൂം, പിന്നെ 2 കട്ടില്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോകാനും എളുപ്പമാണ് അവിടുന്ന്. നീ പഠിക്കാൻ പോകുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഞാനും റീനും കൂടി വിഹരിക്കുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ലാസ്റ്റ് പറഞ്ഞത് നടന്നു തന്നെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടാ. എപ്പടി നാണോ? നോക്കട്ടെ. നോക്കട്ടേന്നാ? ഇല്ലടാ, ഞാൻ നിന്നെ നാളെ തന്നെ ഫ്രൈഡ് ചിക്കന്റെ മാനേജർ ആക്കാം. നോക്കാണ്ട് പിന്നെ ഇവിടെ ഒരു രൂപ കോയിനുണ്ടായിരുന്നല്ലോ. കൊയിനാ? അതെന്തിനാണ്? ടോസറിന്റെ ഞായറാഴ്ച അല്ലേ? ടോസ് അമല നീ കൊയിന അവിടെ വെച്ചേ. എന്നിട്ട് കേറി കിടന്നേ. ഇതൊക്കെ പോങ്ങിടും. കിടക്ക്. അയ്യയ്യേ, അല്ല പോയി കിടന്നു തുടങ്ങിയടാ. ഗുഡ് നൈറ്റ്. ഈ ജോലി ടെമ്പററി ആയിട്ടാണെന്ന് നീ പറയണ്ട കേട്ടോ. ഇത് നിന്റെ പാഷനാണെന്നാണ് ഞാൻ മേരി ആന്റിനോട് പറഞ്ഞേക്കണത്. പാഷനാ? ബൈ. അതെ, മേരി ആന്റി ബോല. ഒറ്റ മിനിറ്റ്. സൂക്ഷിച്ചും കണ്ട് നിക്കണം. ഇവിടെ ഓരോ ചിക്കൻ പീസിന് കണക്കുള്ളതാണ്. പോണവിടെ ബൈ. పోతున్నారా రండి അക నువ్వు ఇక్కడనే ఉండు సరేనా
നമ്മൾ താമസിക്കുന്നിടത്തെ PG വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേവിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട് ഓടിയതൊന്നും ഡാ കാർത്തിക് ഒരു PG യുടെ നമ്പർ അയച്ചിട്ടുണ്ടല്ലോ. ഒഴിവുള്ളപ്പോ പോയി നോക്കാം. അതെ വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ്. കമാന്നൊരു അക്ഷരം നിന്റെ വായിന്ന് വരരുത്. വല്ല പാട്ടും കേട്ടിരുന്നോളാം. ഭയ്യാ 2 പാക്കറ്റ് പ്യാൽ. സോ ഗായ്സ്, വളരെ കാലമായിട്ട് ഈ കമ്പനിയിലെ ഗേൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ ഇവിടെ നിന്ന് പോയി തന്നാ മാത്രം മതി. സോ പെപ്പർ സ്പ്രേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അവൻ നിലം പരിസരം. വിഘ്നേഷ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. റേനു ക്യാച്ച് എൻജോയ്. നമുക്കൊന്നും ഇല്ലേടെ പെപ്പർ സ്പ്രേ. തനിക്ക് എന്തിനാണോ പെപ്പർ സ്പ്രേ? ഓംലെറ്റിൽ അടിച്ച് ചുരുട്ടി തിന്നെ. എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു. ആദി ജേക്കേടാ ജസ്റ്റ് കിട്ടി. Oh. नो ड्रिंकिंग नो गर्ल्स. अन्ना वो कौन है? मेरा फादर. क्या करता है वो? हाँ മരിച്ചു ഉള്ളി കർത്ത. എടി നീ എന്റെ തോർത്ത് കണ്ടായിരുന്നോ? കാർത്തു നീ എന്റെ തോർത്ത് എവിടെയൊന്ന് ഓർത്തു നോക്കടി കാർത്തു. എടി കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. അത് മിക്കവാറും നിഹാരിക എടുത്തോണ്ട് കിട്ടോ. ഓ എന്റെ പൊന്നെ അതൊന്നും മറന്നേക്കാം. ഈ ആദ്യയുടെ ഒരൊറ്റ നിർബന്ധം കാരണം കേരള സാരി ആക്കിയത്. എന്നിട്ടിപ്പം നമ്മൾ തന്നെ കഴുകാൻ വേണം. അല്ല പിന്നെ ആദ്യം വന്ന് എഴുതി നിന്റെ സാരിയും ഇതൊക്കെ. എടി ഇത് ഇട്ടോണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയേ. ഏതിട്ടാലും ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ. റീനു നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. എന്റെ ദൈവം ഞാനൊരു തമാശ പറഞ്ഞ. തമാശ ഒന്നല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാ? അമൽ ഡേവിസ്. ഒന്ന് പോടി അവിടുന്ന്. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന PG എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി. 2 കട്ടിലൊക്കെ ഉണ്ട്. സച്ചിനും ഉണ്ടോ? എന്താ പരിപാടി? അല്ല ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുള്ളാനായിട്ട്. ടെറസിലോ? അവിടെ എന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലിക്ക് കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. അതേതാ? ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവന്റെ ആ കട. ഓ ആ വണ്ടി എന്താ ഇത്? വണ്ടി വിട്ടോസ് തന്നെ കൊണ്ട് കൊടുത്തില്ലേ? മറന്ന എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കാണാ പാട്ടി. നിങ്ങക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? പുറത്തോട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? വീക്കെൻഡ് ആയിട്ട് നമ്മളെന്താ ക്ലീനിങ്ങും അലക്കലും ഉറക്കവും ഒക്കെ ആയിട്ടൊക്കെ പോകും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു സിനിമയ്ക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ശാന്തി ചിൽമോഡ്. എപ്പോഴും ഇങ്ങനെ അലക്കോണൊക്കെ ആയിട്ട് പോയാ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? പിന്നൊന്നും ചെയ്യാനില്ലല്ലേ. ഭയങ്കര മടുപ്പാണെന്ന്. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാന്ന് ഓർത്തപ്പോ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി, പൊക്കിയവന്മാര്. നിങ്ങള് ഗേ കപ്പിളാ? അല്ല, അങ്ങനെ അഭിനയിച്ചു പോവാൻ വേണ്ടിട്ട്. അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. അഭിനയിച്ചാരോന്ന് പറഞ്ഞു. നിങ്ങള് സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയാലോ?
കപ്പിളിനെ പോലെ അഭിനയിച്ച് അല്ലടാ. അതെ, അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ എടുത്തോളാം. ആ ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആണ്. പോവല്ലേ? വരാം. വരാം. ഞങ്ങളൊന്ന് ഇറങ്ങിയേക്കാം. പോവാണോ? പോവാണോ? പിന്നെ കാണാം. ശരി, കാണാം. ബൈ. ബൈ. ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെ എക്സ്പെൻസ് കൊടുത്തോളാം. എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്തേ? എടാ അവിടെ എത്ര ബില്ലാവും അറിയോ നിനക്ക്? ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കേണ്ടി വരും. എടാ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ടല്ലോ പബ്ബി ചെന്ന് ഇമാതിരി മണ്ടത്തരങ്ങളെ വിളിച്ചാ. ഡാടാ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ തലയിൽ കയറിയാലല്ല അമലേ, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. സത്യമായിട്ടും ഞാൻ അടിക്കും. ആ കൊടുക്കോ? ബില്ല് കൊടുക്കോ? ചെല്ലി ഓണാവന്റെ हमारा दोस्त है. सो गाइज ये था आज का सीन एंड व्हाट अमेजिंग सीन इट इज गाइज. आपको स्टार्टिंग में देखने को मिलेगा कि रेनू एंड उसकी फ्रेंड वो दोनों भी उन लोगों के साथ चले जाते हैं घूमने हैदराबाद. वहाँ घूमते हैं, बहुत ज़्यादा मस्ती करते हैं. उसके बाद यहाँ जो सचिन है उसको प्यार हो चुका है. यहाँ जो रेनू है उसको प्यार नहीं हुआ है एंड इज जस्ट चिलिंग हर लाइफ. एंड उसके बाद आपको देखने को मिलता है कि सचिन उनके घर के पास ही फ्लैट ले चुका है. एक नौकरी भी उसको मिल गया है जस्ट फॉर रेनू. ही इज डूइंग एवरीथिंग. लेट्स सी आगे कहानी में क्या कुछ होता है. बहुत ही फन टाइप का सीन था. फ्रॉम स्टार्टिंग टिल नाउ द मूवी इज फिल्ड विद फन एंड एंटरटेनमेंट गाइस. श्योरली दिस इज गोइंग टू मेक यू लाफ अ लॉट. सो रेनू को जब पता चलेगा कि आदि एंड सचिन दोनों उसके लिए पागल हैं, तब क्या होगा ये देखना बहुत ही ज़्यादा इंटरेस्टिंग होगा. सो गाइज आई होप यू लाइक वीडियो एंड इफ यू आर हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल. फिर मुलाकात होगी और किस रिएक्शन वीडियो के साथ. तब तक बाय बाय.